നമ്മുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അത് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകുകയാണെങ്കിലോ, ആരെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാണ്. എത്രയോ ഗ്രൂപ്പുകളിൽ മെസ്സേജ് വരുന്നു, ഇന്ന ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തി ആവശ്യമുണ്ട്, ആരെങ്കിലും ഒന്നുണ്ടോ? അപ്പോഴൊന്നും നമ്മുടെ പേരുകൾ വരുന്നില്ല, നമ്മുടെ കൈകൾ ഉയരുന്നില്ല, ഞാൻ റെഡിയാണെന്ന് പറയുന്നില്ല. എന്തിനാണ് അമാന്തം കാണിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും സാധ്യമാകുന്ന ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ തന്റെ സഹോദരനു വേണ്ടി അവൻ അത് ചെയ്യട്ടെ. അവനത് ചെയ്യാൻ കഴിയാവുന്ന കാര്യമാണ്. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തം ഡൊണേറ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല, ആരോഗ്യപരമായ ഒരാളാണെങ്കിൽ. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. എല്ലാം വിൽക്കുകയാണ്, കിഡ്നി വിൽക്കുകയാണ്, ഹേർട്ട് വിൽക്കുകയാണ്, കിട്ടുന്നതൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ സമനിദ്ദമി, രക്തത്തിന് പകരമായി വില കൊടുക്കുന്നതിനെ നബിതങ്ങൾ വിരോധിച്ചിരിക്കുന്നു. കുറച്ച് പണത്തിന് ഡിമാൻഡ് ആവശ്യമുണ്ട്, എന്നാ 4 കുപ്പി ബ്ലഡ് കൊടുക്കുക. പണം ഇടപാട് വെച്ച് ഒരു ഇടപാടായിക്കൊണ്ട് രക്തം കൊടുക്കാൻ പാടില്ല, അതിന്റെ പണം മേടിക്കാൻ പാടില്ല. നമ്മൾ രക്തം കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു? അവരുടെ കാര്യത്തിൽ വല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നോ? നല്ല നീയത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ നമ്മൾ അത് ചെയ്താൽ എത്ര വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത്. ചില മനുഷ്യരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും, അപൂർവമായ രക്തഗ്രൂപ്പായിരിക്കും, എല്ലാവർക്കും കിട്ടാത്ത ചില രക്തഗ്രൂപ്പുകൾ ഉണ്ടാവും. അവനൊക്കെ ഡബിൾ പ്രതിഫലമാണ്, ഇരട്ടി കൂലി കിട്ടാനുള്ള ചാൻസ് ആണ്. അവനത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അത്തരത്തിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ നബിതങ്ങൾ പഠിപ്പിച്ചു, അജ്റുൽ ഖറാബത്തി, കുടുംബക്കാരനെ കുടുംബബന്ധം ചേർത്തതിന്റെ കൂലിയും കിട്ടും. വഅജ്റുസ് സദാഖത്തി, അവനൊരു സ്വതക്ക ചെയ്തതായി സ്വതക്കന്റെ കൂലിയും ലഭിക്കും. ഈ മേഖലയിൽ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാകണമെന്നാണ് സൂചിപ്പിച്ചത്. നമ്മുടെ എല്ലാ മഹല്ലുകളിലും രക്തഗ്രൂപ്പുകൾ നിശ്ചയിക്കപ്പെട്ട് കൃത്യമായ ആളുകളുടെ ഫോൺ നമ്പർ അടക്കമുള്ള കൃത്യമായി രേഖപ്പെടുത്തപ്പെടണം. സന്നദ്ധ സേവകന്മാരും സന്നദ്ധ തയ്യാറായ ആളുകളും ചെറുപ്പക്കാരും ഒക്കെ ഈ രംഗത്ത് ഏത് സമയത്തും പറ്റാവും. അന്ന് ലീവ് എടുത്താണെങ്കിലും 100 രൂപന്റെ 500 രൂപന്റെ ഒരു കൂലി അന്ന് മാറ്റിവെച്ചാലും നഷ്ടം വരാത്ത ഏറ്റവും മികച്ചൊരു സേവനമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു കന്നുകാലിയോട്, ഒരു മൃഗത്തിനോട് വരെ കരുണ ചെയ്യുന്നത് പച്ചക്കരളുള്ള ഏത് ജീവിക്ക് പുണ്യം ചെയ്തുന്നത് കൂലിയാന്ന് പഠിപ്പിച്ച മതാണ്. പിന്നെ എന്തുകൊണ്ടൊരു മനുഷ്യനെ സ്നേഹിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പ്രയാസം?